നമസ്കാരം. കഴിഞ്ഞ 3 ആഴ്ചയായി സെക്രട്ടേറിയറ്റിന് മുൻപിൽ ആശാ വർക്കർമാരുടെ സമരം നടക്കുകയാണ്. ആരാണ് ഈ ആശാ വർക്കർമാർ? അവരെന്തിനാണ് സമരം ചെയ്യുന്നത് എന്ന് പോലും ജനങ്ങൾക്കറിയില്ല എന്നതാണ് വാസ്തവം. ആശാ വർക്കർമാർ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം നാടുകളിലുള്ള ആരോഗ്യ വകുപ്പിൻ്റെ പ്രതിനിധികളാണ്. അതായത് നാട്ടിലെ സകല മനുഷ്യരുടെയും ആരോഗ്യ കണക്കെടുക്കുന്നതും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുന്നതും സർവേ നടത്തുന്നതും ഗർഭിണികളെ ശുശ്രൂഷിക്കാനുള്ള റിപ്പോർട്ട് തയ്യാറാക്കുന്നതും അടക്കം അടിസ്ഥാനപരമായി ആരോഗ്യ മേഖലയിലെ മുന്നണി പോരാളികളാണ് ആശാവർക്കർമാർ. ഇവരിൽ ഭൂരിഭാഗവും CPM കാരാണ്. കാരണം CPM ഭരിക്കുമ്പോൾ അവർക്ക് വേണ്ടപ്പെട്ടവരെയാണ് കൂടുതലായി നിയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ CPM കാരായ സാധാരണ സ്ത്രീകളുടെ ഒരു സമരമാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ ആശാവർക്കർമാരുടെ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇന്നലെ ഞാൻ പോയിരുന്നു സെക്രട്ടേറിയറ്റിന് മുമ്പിൽ. കഴിഞ്ഞ 3 ആഴ്ചയായി അവിടെ വന്നു പോവാത്ത നേതാക്കന്മാരില്ല. പ്രമുഖരായ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും നേതാക്കൾ വന്നു പോകുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെയാണ് ആദ്യമായി പോകുന്നത്. വലിയ സ്വീകരണമാണ് എനിക്ക് അവിടെ ലഭിച്ചത്. കാരണം ഈ സമരത്തിൻ്റെ തുടക്കം മുതൽ കൃത്യമായി മറുനാടൻ ഫോളോ ചെയ്യുകയും മറുനാടൻ എക്സ്ക്ലൂസീവിൽ ഞങ്ങൾ നിരന്തരമായി വാർത്തകളും അഭിമുഖങ്ങളും കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമരത്തോടെ ചേർന്നു നിന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന, പിന്തുണയ്ക്കുന്ന മാധ്യമ സ്ഥാപനമാണ് മറുനാടൻ. അതുകൊണ്ട് തന്നെ എൻ്റെ സാന്നിധ്യം അവർക്ക് സന്തോഷമുണ്ടാക്കി. ആളുകൾ ഓടി വന്ന് സെൽഫി എടുക്കാനും കൈവീശി സംസാരിക്കാനും സൗഹൃദം കാട്ടാനുമൊക്കെ താല്പര്യം കാട്ടി. സാധാരണക്കാര മനുഷ്യന് മറുനാടനെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ തെളിവായി മാറി ഇന്നലെ അവിടെ പോയപ്പോഴുണ്ടായ അനുഭവം. പലരും പലപ്പോഴും പല ചാപ്പകൾ എൻ്റെ മേൽ കുത്താറുണ്ട്. ഭൂരിപക്ഷം പേരും പറയും സംഖ്യയാണെന്ന്. പക്ഷെ സംഖ്യകൾ അത് സമ്മതിക്കില്ല. എന്തിനേറെ UNA എന്ന് പറയുന്ന സംഘടനയെ പിന്തുണയ്ക്കുന്നതിൻ്റെ പേരിൽ ഒരു വിഭാഗം ആളുകൾ പറയുന്നത് ഞാൻ സുഡാപ്പിയാണെന്നാണ്. ഇത്തരത്തിലുള്ള എല്ലാ അലങ്കാരങ്ങളും എനിക്കുണ്ടെങ്കിലും ഞാനെപ്പോഴും പറയാറുണ്ട്, എൻ്റെ രാഷ്ട്രീയം സമൂഹത്തിലെ ആരും ചേർത്ത് പിടിക്കാനില്ലാത്ത പാവപ്പെട്ട മനുഷ്യർ, ദളിതർ, ആദിവാസികൾ, സ്ത്രീകൾ, ഭൂമി, പ്രകൃതി, അങ്ങനെ ദുർബലരായ മനുഷ്യർ, അസംഘടിതരായ മനുഷ്യർ. ഇന്നലെ അവിടെ പ്രസംഗിക്കാൻ നേരത്ത് ഞാനത് ആവർത്തിക്കുകയുണ്ടായി. പലരും എന്നെ ബ്രാൻഡ് ചെയ്യാറുണ്ട് എൻ്റെ രാഷ്ട്രീയം. ചിലർ പറയും സംഖ്യയാന്ന്, പക്ഷെ സംഖ്യകൾ പറയും കൊങ്ങിയാന്ന്, അവർ പറയും, അങ്ങനെ പലരും പറയും. പക്ഷെ എൻ്റെ രാഷ്ട്രീയം എക്കാലത്തും ഒന്നാ. ഞാൻ പറയാറുണ്ട്, ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളുടെ തണലിലല്ലാതെ ആരുടെയും ആശ്വാസം കിട്ടാതെ അസംഘടിതരായി കഴിയുന്ന സാധാരണ മനുഷ്യരുടെ രാഷ്ട്രീയം എന്താണോ അതാണ് എൻ്റെ രാഷ്ട്രീയം. അതിന് മതമില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. ഇവർ അസംഘടിതരായതുകൊണ്ടാണ് അവരെ ചേർത്ത് പിടിക്കുന്നത്. അങ്ങനെ ഒരുപാട് സമരങ്ങൾ, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണയ്ക്കാത്ത ഒരുപാട് സമരങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട്. അവരെയൊക്കെ സഹായിക്കാറുണ്ട്, അവരെയൊക്കെ പിന്തുണയ്ക്കാറുണ്ട്. അവരുടെ ആരുടെയും ജാതിയോ മതമോ നോക്കിയല്ല. PSC റാങ്ക് ഹോൾഡേഴ്സ് സമരം നടത്തിയപ്പോഴും കേരയിൽ സമരം നടത്തിയപ്പോഴുമൊക്കെ അവരോടൊപ്പം ചേർന്ന് നിന്നത് ദുർബലരായ മനുഷ്യർക്കൊപ്പം നിൽക്കുക എന്നതാണ് എൻ്റെ രാഷ്ട്രീയം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. ഇവിടെ ഈ സമരത്തിൻ്റെയൊക്കെ പിന്നിൽ പിന്തുണയുമായി നിൽക്കുന്ന SUCI എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സംഘടനയാണ്. അത് തന്നെയാണ് CPM-നെ ഏറ്റവും കൂടുതൽ അലോസരപ്പെടുത്തുന്നതും. കാരണം അവരാണ് ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകാരെന്ന് അവകാശപ്പെടുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് സംഘടന ജാതിമത ഭേദമന്യേ സകലരെയും ചേർത്ത് പിടിച്ച് ജനകീയ സമരങ്ങൾ നടത്തി വിജയിപ്പിക്കുന്നത് അവരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. കേരയിൽ സമരം സർക്കാരിൻ്റെ മുഖത്തേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു. SUCI തന്നെയാണ് ഈ സമരത്തെ പിന്തുണയ്ക്കുന്നത്. പക്ഷേ ജനകീയ സമരം ഏറ്റെടുക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ മടിക്കുമ്പോൾ ജനങ്ങളുടെ പ്രതിനിധികളായി നിന്ന് സമരം നടത്തുന്നത് ആരാണെങ്കിലും അവരെ പിന്തുണയ്ക്കണമെന്ന അഭിപ്രായക്കാരാണ് ഞാൻ. അതുകൊണ്ടാണ് സർക്കാർ കലി പിടിച്ച് നടക്കുന്നത്. ഹർഷകുമാർ എന്ന് പറയുന്ന CITUവിൻ്റെ വൈസ് പ്രസിഡന്റ് നികൃഷ്ട ജീവി, കൃമികീടം എന്നൊക്കെ വിളിച്ച് മിനി എന്ന സമരനായിയെ അധിക്ഷേപിച്ചപ്പോൾ തന്നെ അറിയാം സംഘടിത ശക്തിയായ CPM എത്രമാത്രം ഈ അസംഘടിതരായ ആളുകളെ ഭയക്കുന്നെന്ന്. ഹരിതസേനക്കാരെയും കുടുംബശ്രീക്കാരെയും ഒക്കെ ഇറക്കി അവരാണ് ആശാവർക്കർമാർ എന്ന പേരിൽ ഇപ്പോൾ അവർ ബദൽ സമരം നടത്തുകയാണ് കേന്ദ്ര സർക്കാരിനെതിരെ. യഥാർത്ഥ ആശാവർക്കർമാർ ഒരു കുടക്കീഴിൽ അണിനിരന്ന് ഇപ്പോൾ ഇവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു. അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത പൊതുസമൂഹത്തിനുണ്ട്. അതുകൊണ്ടാണ് പിന്തുണയുമായി ഇന്നലെ അവിടെ പോയത്. യഥാർത്ഥത്തിൽ ഇവരുടെ പ്രശ്നം എന്തേ എന്ന് പരിശോധിക്കാം. 2021 പ്രകടന പത്രികയിൽ CPM-ഉം LDF-ഉം പറഞ്ഞത് ഇവിടുത്തെ സമസ്ത മേഖലകളിലെയും അടിസ്ഥാന വർഗത്തിന് മിനിമം വേജ് 700 രൂപ വീതമാക്കുമെന്ന്. അതെടുത്ത് പറഞ്ഞിരുന്നു. ആശാവർക്കർമാർ, അംഗൻവാടി ടീച്ചർമാർ എന്നെടുത്ത് പറഞ്ഞിരുന്നു. 700 രൂപ ഒരു ദിവസം ഇവർക്ക് ശമ്പളം കൊടുക്കും എന്നതായിരുന്നു സർക്കാരിൻ്റെ പ്രഖ്യാപനം. എന്ന് വെച്ചാൽ 21,000 രൂപ കൊടുക്കുമെന്ന്. അവിടെയാണ് വെറും 7,000 രൂപ സർക്കാർ ഓണറേറിയം എന്ന് പറഞ്ഞ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 7,000 രൂപ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 200 രൂപ. 200 രൂപയിൽ അല്പം കൂടി കൂടുതൽ വരും. ഒരു ദിവസം രാവിലെ മുതൽ രാത്രി വരെ പണിയെടുത്താൽ 200 രൂപയാണ് കേരളത്തിൽ കൊടുക്കുന്നത്. എന്നിട്ട് അത് മഹത്താണ് എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ നീചമായ പ്രവൃത്തിയാണ്. സർക്കാരിൻ്റെ വാഗ്ദാനമാണ്, LDF-ന്റെ വാഗ്ദാനമാണ്.
ദിവസം 700 രൂപ കൊടുക്കുമെന്ന് അതവർ ആവശ്യപ്പെടുന്നു, ആഗ്രഹിക്കുന്നു. തെറ്റെങ്ങനെ പറയാൻ കഴിയും? ഒരു ദിവസം 700 രൂപ കൂലി വേണം എന്ന് പറഞ്ഞാൽ അത് തെറ്റാണോ? ഈ 7000 രൂപ കിട്ടണമെങ്കിൽ 10 നിബന്ധനകൾ പാലിക്കണം എന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. ഒരു ഉദ്യോഗസ്ഥനോ ഒരു പഞ്ചായത്ത് മെമ്പറോ ഈ 10 നിബന്ധനകളിൽ ഒന്നിൽ വീഴ്ച വരുത്തി എന്ന് വെച്ചാൽ ആ 700 രൂപ കുറയ്ക്കും. ആ 10 നിബന്ധനകൾ ഇതാണ്: വാർഡ് ആരോഗ്യ റിപ്പോർട്ട് തയ്യാറാക്കുക. ആ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് അത് ശരിയല്ല എന്നവർക്ക് തോന്നിയാൽ 700 രൂപ പോകും. വാർഡ് അവലോകന യോഗം നടത്തുക, ഇല്ലെങ്കിൽ 700 രൂപ പോകും. സബ് സെന്റർ അവലോകന യോഗത്തിൽ പങ്കെടുക്കുക. ആശുപത്രി ഡ്യൂട്ടി മാസത്തിൽ ഒരു ഡ്യൂട്ടി. വെൽ വുമൺ ക്ലിനിക് മാസത്തിൽ ഒരു ഡ്യൂട്ടി. NCD ജീറിയാട്രിക് ക്ലിനിക് മാസത്തിൽ ഒരു ഡ്യൂട്ടി. പാലിയേറ്റീവ് ഹോം കെയർ മാസത്തിൽ ഒരു ഡ്യൂട്ടി. ഔട്ട്റീച്ച് കുത്തിവയ്പ് മാസത്തിൽ ഒരു ഡ്യൂട്ടി. ഗ്രൂപ്പ് യോഗം, ബോധവൽക്കരണ ക്ലാസുകൾ പങ്കെടുക്കുക. ഒറ്റയ്ക്ക് താമസിക്കുന്നവർ, അതിദരിദ്രർ, പരസഹായം ആവശ്യമുള്ള 60 വയസ്സ് കഴിഞ്ഞ ആളുകൾ എന്നിവരുടെ 16 വീടുകൾ സന്ദർശിക്കുക. ഈ 10 നിബന്ധനകൾ ഏത് പാലിക്കാതിരുന്നാലും അല്ലെങ്കിൽ പാലിച്ചില്ല എന്ന് മേലുദ്യോഗസ്ഥനോ ഒരു പഞ്ചായത്ത് മെമ്പർ എഴുതിയാലും 700 രൂപ വീതം ഈ 7000 രൂപയിൽ നിന്ന് കുറയ്ക്കും. ഇതാണ് ഇവരുടെ അവസ്ഥ. പലർക്കും 3000, 4000, 5000 ഒക്കെ കിട്ടും. കുറെ ഇൻസെന്റീവ് വേറെ കൊടുക്കുന്നുണ്ട്. ആ ഇൻസെന്റീവ് കൊത്തുവരണം. കേന്ദ്ര സർക്കാരിന്റെ ഇൻസെന്റീവാണ്. അതൊക്കെ പലപ്പോഴും കിട്ടിയെങ്കിലായി, കിട്ടിയില്ലെങ്കിലായി. ഇവർ പറഞ്ഞ് ഇൻസെന്റീവും വേണ്ട, ഓണറേറിയവും വേണ്ട, നിങ്ങൾ പറഞ്ഞതുപോലെ ദിവസം 700 രൂപ കണക്കാക്കി ഞങ്ങൾക്ക് തരണം, റിട്ടയർമെന്റ് ആനുകൂല്യമായി 5 ലക്ഷം രൂപ തരണം എന്നാണ്. അത് ന്യായമായ ആവശ്യമാണ്. 27,000-ഓളം വരുന്ന ആശാ വർക്കർമാർ, അവരാണ് ഈ നാടിന്റെ ആരോഗ്യത്തിന്റെ നട്ടല്ലേ. അവർ അവരുടെ അവകാശത്തിന് വേണ്ടി സമരം നടത്തുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ കൈപ്പറ്റുന്ന PSC അംഗങ്ങളുള്ള നാട്ടിൽ, അവരുടെ ശമ്പളം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടിൽ, ഇന്ത്യൻ പ്രധാനമന്ത്രിയേക്കാൾ ശമ്പളം കൈപ്പറ്റുന്ന PSC അംഗങ്ങളുള്ള നാട്ടിൽ ഇവരുടെ ആവശ്യം ന്യായമാണ്. അവർക്കൊപ്പം നിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നിൽക്കുന്നത്. ഇന്നലെ അവരുടെ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ നടത്തിയ പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങൾ കൂടി കേൾക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ എത്തി നിൽക്കുന്നത് ലോകത്തെ ഏത് മനുഷ്യനും, ഈ രാജാവിനൊഴികെ ലോകത്തെ ഏത് മനുഷ്യനും മനസ്സിലാവുന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ്. രാജാവിനെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. ഒരു വലിയ കൊട്ടാരത്തിന്റെ അകത്ത് മന്ത്രി പൊങ്കോന്മാരുടെ സഹായത്തോടു കൂടി രാജാവ് ഇങ്ങനെ നാട് ഭരിക്കുമ്പോൾ സ്വാഭാവികമായി രാജാവിന് ജനങ്ങളുടെ വിഷമം അറിയത്തില്ല. നിങ്ങൾക്ക് ചോറില്ലെങ്കിൽ നിങ്ങൾ റൊട്ടി കഴിക്കൂ എന്ന് പറയുന്ന രാജാവ് അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ നിങ്ങളുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം നിങ്ങൾ ചോദിക്കുന്നത് 7000 രൂപ ഒന്ന് കൂട്ടിത്തരണമെന്നാ. അല്ല, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോയപ്പോൾ എനിക്ക് മനസ്സിലായത് 7000 കിട്ടുന്നവരും കുറവാന്നല്ലേ. 7000 ഓരോ വകുപ്പ് പറഞ്ഞു കുറയ്ക്കുക. ഏതാ ഈ കൊച്ചു കേരളത്തിൽ ഒരുപാട് അവകാശങ്ങളിലൂടെ നമ്മൾ പല നേട്ടങ്ങളും കൊയ്തു എന്ന് പറയുന്ന കൊച്ചു കേരളത്തിൽ 7000 രൂപ ശമ്പളം കൊടുത്തിട്ട് ആ ശമ്പളത്തിൽ നിന്നും 700 രൂപ വീതം 5-6 കാരണം പറഞ്ഞ് കുറച്ചിട്ട് ഇതിനേക്കാൾ വലിയ ശമ്പളം ഈ ഭാരതത്തിൽ ഇല്ല എന്ന് അവകാശപ്പെടുന്ന ജനങ്ങളറിയാത്ത ഭരണാധികാരി. എന്ത് കഷ്ടമാണ്. ഞാൻ ആദ്യമേ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ സമരം വിജയിക്കും. കാരണം സത്യം വിജയിക്കും എന്നതിന്റെ തെളിവാണ് ഈ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ. ഇന്നും സത്യം പറയുന്നതിന്റെ പേരിൽ മാത്രം ഈ സർക്കാരിനാലും ഇതിനു മുമ്പുള്ള സർക്കാരുകളാലും, ഞാൻ ഒരു സർക്കാരിനെ മാത്രം കുറ്റം പറയുന്നില്ല. ഞാൻ ഈ പണി തുടങ്ങിയിട്ട് 17 വർഷമായി. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം തുടങ്ങിയിട്ട് 17 വർഷം. അതിന് മുമ്പ് മെയിൻ സ്ട്രീം പത്രങ്ങളായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അനിൽ, ഇപ്പോഴും ഞാൻ 32 കൊല്ലമായിട്ട് അനിൽ ഇവിടെ ഞാൻ വരുമ്പോൾ ക്യാമറയായിട്ട് നിൽക്കുന്ന, അന്നുണ്ടായിരുന്നപ്പോൾ നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പത്രസ്ഥാപനം നോക്കുമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. 17 കൊല്ലമായി ഞാൻ ഈ സ്വതന്ത്ര പത്രപ്രവർത്തനം തുടങ്ങി അന്നു മുതൽ കേസുണ്ട്. ഈ സർക്കാരിനെ മാത്രം ഞാൻ കുറ്റം പറയുന്നില്ല. ഇതിനു മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 22 കേസായിരുന്നു സൈബർ ആക്ട് അനുസരിച്ച്. എനിക്ക് 22 കേസ്, അതെല്ലാം ഞാൻ ജയിച്ചു. അതുകൊണ്ട് സത്യം പറയുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷേ ഈ പ്രശ്നങ്ങളെ ഭയന്ന് വീട്ടിലിരുന്നാൽ എല്ലാ ഭരണാധികാരികളും അടിച്ചമർത്തിക്കൊണ്ടിരിക്കും. സാധാരണ മനുഷ്യന്റെ അവകാശം സംരക്ഷിക്കാൻ കഴിയില്ല. ഇവിടെ നിങ്ങൾ പോരാടുന്നത് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാ. ഭരണഘടന ഉറപ്പ് നൽകുന്ന, ഐക്യരാഷ്ട്രസഭ ഉറപ്പ് നൽകുന്ന മനുഷ്യാവകാശത്തിന് വേണ്ടിയാ. അതുകൊണ്ട് നിങ്ങളുടെ പോരാട്ടം ജയിക്കും. അതുകൊണ്ട് നിങ്ങൾ പതറരുത്, നിങ്ങൾ തുടരുക. നിങ്ങളുടെ സമരം ആയിരക്കണക്കിന് ആളുകൾ ഏറ്റെടുക്കും. ഈ നാടിന്റെ വിഷയമായി മാറും. 27,000 ആശാവർക്കർമാരുടെ മാത്രം വിഷയമല്ല, ഈ നാട്ടിൽ അസംഘടിതരായ മുഴുവൻ മനുഷ്യരുടെയും വിഷയമാണ്. നിങ്ങൾ അതിന് നേതൃത്വം കൊടുക്കുന്നത് മാത്രം. നിങ്ങൾ വിജയിക്കും. വിജയിക്കാതിരിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങൾക്കൊപ്പം നന്മയുള്ള സകല മനുഷ്യരും ഉണ്ടാവും. ഒടുവിൽ കണ്ണു തുറക്കാത്ത രാജാവിനും പരമ്പരയ്ക്കും കണ്ണു തുറക്കേണ്ടി വരും. വിജയിച്ചേ മടങ്ങൂ. അതുവരെ തുടരുക. നിങ്ങളോടൊപ്പം ഉണ്ടാവും. ജയ് ഹിന്ദ്.